ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രത്യേക കാഴ്ച കണ്ടത്. എന്നും കാണുന്ന പൂവാണെങ്കിലും ഇന്നെന്തോ അതിനൊരു പ്രത്യേകത തോന്നി. അങ്ങനെ ഞാൻ ഫോണും എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം, ഷോർട്സ് എന്തെങ്കിലും ഇടാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ച എൻ്റെ ഫോണിൽ ഇങ്ങനെ പതിഞ്ഞത്. തേനീച്ച വന്നിരുന്നിട്ട് പൂമ്പൊടിയൊക്കെ ശേഖരിക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്. എന്തൊരു ഭംഗിയാണ് ഈ പൂക്കൾ കാണാനല്ലേ. മാത്രമല്ല, പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് പൂക്കൾ, പ്രത്യേകിച്ച് ഇങ്ങനെ പൂത്തിളങ്ങി നിൽക്കുന്നത് കാണുന്ന തന്നെ ഒരു ഭംഗിയാണല്ലേ. കുഞ്ഞ് സൂര്യകാന്തി പോലത്തെ ഈ ഒരു പൂ എന്തൊരു ഭംഗിയാണ്. ആ പച്ചപ്പിൽ മഞ്ഞ കളറിൽ എവിടെയും കാണാൻ കഴിയും. കാരണം ഇത് പറമ്പിലും ഇങ്ങനെ റോഡ് സൈഡൊക്കെ ഒരുപാട് ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. കാരണം ഇതെല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ. മാത്രമല്ല, ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ കാശൊക്കെ കൊടുത്തിട്ട് നഴ്സറിയിൽ നിന്നും അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിൽ നടുന്ന ചെടികളൊന്നും പലപ്പോഴും പൂക്കാറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തഴച്ച് വളരാറോ ഇല്ല, എന്ത് വളം കൊടുത്താലും വെള്ളം കൊടുത്താലും. എന്നാൽ ഇത് ഇങ്ങനെയുള്ള ചെടികൾക്ക്, ഈ റോഡ് സൈഡൊക്കെ നിൽക്കുന്ന ചെടികൾ കണ്ടിട്ടില്ലേ, ഉള്ള പൊടിയും ചൂടും ഒക്കെ അടിച്ചിട്ട് വെള്ളവും വളമൊന്നും ഇല്ലാണ്ടിരുന്നാൽ പോലും എന്തോ ഒരു ഭംഗിയിലാണ് പൂക്കുന്നത്. അപ്പം മുൻപ് കല്യാണം കഴിഞ്ഞൊരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു തൈ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജയൻ പറഞ്ഞു, ഇതിങ്ങനെ ഒരു തൈ വെച്ചാലൊന്നും പൊടിക്കുന്നൊരു ചെടിയല്ല. പൊടിക്കും, പക്ഷെ പൂക്കാറൊന്നുമില്ല. ഒരുപാട് ഇതിങ്ങനെ വള്ളിപ്പടർപ്പ് പോലെ പോയിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന ചെടിയാണെന്ന്. അപ്പോൾ കാട് പിടിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതങ്ങ് പുഴുത് കളയുകയും ചെയ്തു. അപ്പോൾ ഇന്ന് കുറേ പൂക്കൾ ഞാനൊരു കൗതുകത്തിൽ പറിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ ഇത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്കൊരു ചെറിയൊരു ഐഡിയ തോന്നിയത്. ഇത് വെച്ചിട്ട് ഇതുപോലൊരു ഫ്ലവർ റീത്ത് അല്ലെങ്കിൽ ടിയാര എന്നൊക്കെ പറയാം, അതുണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പിള്ളേരുടെ തലയിലൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറേ പൂക്കളൊക്കെ ഞാൻ പറിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ തണ്ടൊരു 4-5 പൊട്ടിച്ചെടുത്തു. അത് വെച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു റിങ് ആദ്യം സെറ്റ് ചെയ്തെടുത്തിട്ടാണ് അതിലാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാത്രമല്ല, അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറിച്ച പൂക്കളൊന്നും തികയില്ലെന്ന്. കാരണം ഈ ഗ്യാപ്പില്ലാണ്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ കുറേ പൂക്കൾ പിന്നെയും പോയി പറിച്ചുകൊണ്ട് വന്നിട്ടാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഫൈനൽ ലുക്ക് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, എന്തൊരു ഭംഗിയിലാണ് ഈ പൂക്കൾ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. കാണാൻ ഏറ്റവും ഭംഗിയും ഭൂമിയിൽ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും പൂക്കളാണെന്ന്. അത്രയും എനിക്കിഷ്ടമാണ് പൂക്കൾ. ഈ കുഞ്ഞു ചെടികളിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, വലിയ ചെടികളെക്കാളും. അപ്പോൾ അത് ഏകദേശം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ മോളുടെയൊക്കെ തലയിലൊന്ന് വെച്ച് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യൂട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്